ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ഉപയോഗിച്ച് ഗൂഗിൾ മീറ്റിൽ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്നത് പോലെ എങ്ങനെ എഴുതിയും വരച്ചും ക്ലാസ് എടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. ജാംബോർഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് ഗൂഗിളിൻ്റെ ഒരു ഡിജിറ്റൽ വൈറ്റ് ബോർഡാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ എഴുതിയും വരച്ചൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റും. ഇതിൻ്റെ സിസ്റ്റത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ മെയിൽ അക്കൗണ്ടുമായിട്ട് സിങ്ക് ചെയ്തിട്ടായിരിക്കും ഇത് ഓപ്പൺ ആയി വരിക. ഇവിടെ ഒരു പ്ലസ് മാർക്ക് കാണാം. ഇതാണ് അതിൻ്റെ ഹോം പേജ്. ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് മാർക്ക് കാണാം. ഈ പ്ലസ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് പുതുതായിട്ട് ഒരു ജാംബോർഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ജാംബോർഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ ഒരു ആരോ കാണാം. ഈ മുകളിലായിട്ട് ഇവിടെ ഒരു ആരോ കാണാം. ഇവിടെ നമ്മളൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇതാണ് ആക്റ്റീവ് ജാംബോർഡ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ഒരു ബ്ലൂ ബോർഡർ കാണിക്കുന്ന കാണാം. അപ്പോൾ ഇവിടെ തൊട്ട് മുകളിലായിട്ട് ഒരു 3 ഡോട്ട്സ് കാണുന്നത് നമ്മൾ അവിടെ ഒന്ന് പ്രസ് ചെയ്തു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ കാണാം. അവിടെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടെ പല മോഡൽ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഡോട്ട്സ് ആയിട്ട് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ ഗ്രിഡ് ലൈൻസ് ആണ്. ഗ്രിഡ് ലൈൻസ് കാണാവുന്നതാണ്. തേർഡ് ലൈൻസ് മാത്രമുള്ള ഒന്നാണ്. ലൈൻസ് ഉള്ളത് കാണാം. ഫോർത്ത് വണ് ഗ്രിഡ് ലൈൻസ് ആയിട്ട് ആഷ് കളറിൽ കാണാവുന്നതാണ്. പിന്നെയുള്ളത് ഒരു ബ്ലൂ കളറാണ്. പിന്നെ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അപ്പോൾ നമുക്കിത് 2-3 ജാംബോർഡ് നമ്മൾ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ആക്റ്റീവ് ആയിരിക്കും. നമുക്ക് അപ്ലൈ ടു ഓൾ കൊടുത്താൽ നമ്മൾ തുറന്നു വെച്ച എല്ലാ ജാംബോർഡിനും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും വരിക. അങ്ങനെ വേണ്ട എന്നാണുള്ളതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഈ സ്ക്രീനിലൊന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു ജാംബോർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് ആരോയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടൊരു ജാംബോർഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ പുതുതായിട്ടൊരു ജാംബോർഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഈ ഒരു പ്ലസ് ബട്ടൺ യൂസ് ചെയ്തിട്ട് എത്ര ജാംബോർഡ് വേണമെങ്കിലും ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാനിവിടെ പെൻ ഓപ്ഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടെയുള്ള പെൻ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള പെന്നുകൾ അവൈലബിൾ ആണ്. ഹൈലൈറ്റർ ടൂളും ബ്രഷും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു പെന്ന് സെലക്ട് ചെയ്യുന്നു. ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. ഞാൻ വൈറ്റ് സെലക്ട് ചെയ്തു. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ നിങ്ങളുടെ കൈ ഉപയോഗിച്ചിട്ട് എഴുതാവുന്നതാണ്. നമുക്ക് സ്റ്റൈലസ് ഉണ്ടെങ്കിൽ സ്റ്റൈലസ് യൂസ് ചെയ്തിട്ട് എഴുതാം. കൈ ഉപയോഗിച്ചിട്ട് ഫിംഗർ ഉപയോഗിച്ചിട്ടും ചെയ്യാം. പിന്നെ സ്റ്റൈലസ് ഉപയോഗിച്ചിട്ടും എഴുതാവുന്നതാണ്. ഇനി നെക്സ്റ്റ് ഞാൻ അടുത്തൊരു പെന്ന് യൂസ് ചെയ്യാണ്. അത് യൂസ് ചെയ്തിട്ടും ഒന്നും കൂടി എഴുതുന്നു. ഇനി നെക്സ്റ്റ് വീണ്ടും ഈ പെന്നിൽ ഒന്ന് പ്രസ് ചെയ്യാണ്. ഇവിടെ ലാസ്റ്റ് വൺ. ഇവിടെ നമുക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് തേർഡ് വൺ എടുത്തത്, ഹൈലൈറ്റ്. ഇനി ലാസ്റ്റ് ബ്രഷാണ്. ബ്രഷ് എടുത്തു. വളരെ ലൈറ്റ് ഷെയ്ഡിലാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പെൻ ടൂൾസിൽ വരുന്നത്. ഇനി അസിസ്റ്റീവ് ഡ്രോയിങ് ടൂൾസ് എന്നുള്ളത് എടുക്കുകയാണെങ്കിൽ ഇവിടെ എ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് എടുക്കുന്നു. അതെടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ എഴുതുകയാണ്. MKH എന്ന് എഴുതുന്നു. അതപ്പോൾ തന്നെ ടൈപ്പ് ചെയ്തതുപോലെ ആക്കി മാറ്റാൻ പറ്റും. നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷനാണത്. അപ്പോൾ ഈ ഒരു ഇത് പ്രസ് ചെയ്താൽ അതിനെ ഡിലീറ്റ് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇനി അതേപോലെ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഇതിലൊന്ന് പ്രസ് ചെയ്താൽ ജസ്റ്റ് എവിടേക്ക് വേണമെങ്കിലും നമുക്കതിനെ മൂവ് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൂളായിരുന്നു. നമ്മൾ എഴുതുന്ന എന്താണോ അത് ടൈപ്പിംഗ് ടെക്സ്റ്റ് ആക്കി മാറ്റുന്നു. നെക്സ്റ്റ് വരുന്നതാണ് സർക്കിളും സ്ക്വയറും വരയ്ക്കുന്ന ഓപ്ഷൻ. നമ്മളിതൊന്ന് സെലക്ട് ചെയ്തു. നമുക്ക് എവിടെയാണോ സർക്കിൾ വേണ്ടത് നമ്മൾ ജസ്റ്റ് ഒന്ന് സർക്കിൾ ഡ്രോ ചെയ്താൽ ഒരു സർക്കിൾ അവിടെ വന്നായിട്ട് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാം. നമുക്കൊരു സ്ക്വയർ വരയ്ക്കണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത ലൈനിൽ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ അവിടെ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇറേസർ ടൂളാണ്. ഇറേസർ ടൂൾ എടുത്താൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ഇവിടെയുള്ള ഈ ഒരു ലൈൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒന്ന് നമ്മളിങ്ങനെ ഫിംഗർ വെച്ച് ഇങ്ങനെ മൂവ് ചെയ്യിച്ചാൽ ഇത് അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇതല്ല, ഈ ഒരു ഫ്രെയിം ഫുള്ളായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ആരോയിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ക്ലിയർ ഓൾ കണ്ടൻറ്റ് ഓൺ ദിസ് ഫ്രെയിം എന്ന് ചോദിക്കുന്നുണ്ട്. ക്ലിയർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആരോ ആണ്. ആരോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു വേർഡോ അല്ലെങ്കിൽ ടെക്സ്റ്റോ നമുക്ക് ഒരു ഭാഗത്തുനിന്ന് മറ്റൊരു ഭാഗത്തേക്ക്
മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത ആദ്യത്തെ ഈ ഒരു ലെറ്ററാണ് മൂവ് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡോട്ട്സ് കാണാം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടെ കൊണ്ടുവെക്കാം. അതുപോലെ തന്നെ അത് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഡിലീറ്റും ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് അത്. അതേപോലെ ഇവിടെയുള്ള ഏതൊരു ലൈനും എന്താണോ നമ്മൾ വരച്ചത് അതൊക്കെ നമുക്ക് മൂവ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവെക്കാൻ പറ്റും. വേണമെങ്കിൽ റൊട്ടേറ്റും ചെയ്യാം. ഇതെങ്ങനെ റൊട്ടേറ്റും ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലേസർ ലൈറ്റ് ആണ്. ലേസർ ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും PDF ഒക്കെ കാണിക്കുന്ന സമയത്ത് ഇങ്ങനെ ഡ്രോ ചെയ്ത് ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഡ്രോ ചെയ്ത് കാണിക്കാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു ഓപ്ഷൻസിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പുതിയൊരു ജാംബോർഡിൽ നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ആരോ പ്രസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച രണ്ടാമത്തെ ജാംബോർഡിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ഈ പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സ്റ്റിക്കി നോട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കളർഫുള്ളായിട്ട് നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ സ്കൂളിൻ്റെ നെയിം ഒന്ന് ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്തു. ഇവിടെ വന്നിട്ട് ഏത് കളറാണ് വേണ്ടതെന്നുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഈ ടിക്ക് മാർക്ക് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ജാംബോർഡിൽ ഒരു സ്റ്റിക്കി നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ കാണുന്ന 3 ഡോട്ട്സ് എടുക്കുകയാണെങ്കിൽ ഇനി അതിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡിലീറ്റ് എന്നുള്ള ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്കിത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ആരോയിൽ പ്രസ് ചെയ്തിട്ട് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് ഈ ഒരു സർക്കിളിൽ പ്രസ് ചെയ്തിട്ട് നമുക്കതിനെ ജസ്റ്റ് ചെറുതാക്കാൻ പറ്റും. ഇനി എവിടെയാണോ കൊണ്ടുവെക്കേണ്ടത് അവിടേക്ക് നമുക്കതിനെ സെറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇനി അടുത്ത പ്ലസ് പ്രസ് ചെയ്തു. ഡ്രൈവ് കണ്ടൻറ്റ് അത് ലാസ്റ്റ് കാണിച്ചു തരാം. ക്യാമറ യൂസ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ഫോട്ടോ ഇതിനകത്ത് കൊടുക്കണമെങ്കിൽ ക്ലാസ് എടുക്കുമ്പോൾ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല ഒരു ഇമേജ് ലൈബ്രറിയിലുള്ളൊരു പിക്ചർ ആണെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഇമേജ് ലൈബ്രറി എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇമേജ് ലൈബ്രറിയിലുള്ളൊരു ഇമേജാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ ഇമേജും നമുക്ക് ഇതേപോലെ ഈ സർക്കിളിൽ പ്രസ് ചെയ്തിട്ട് വലുതാക്കണമെങ്കിലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുതാക്കുകയോ ചെറുതാക്കുകയോ ചെയ്യാം. അതേപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഈ ഒരു ആരോ ഉപയോഗിച്ചിട്ട് നമുക്ക് സെൻഡ് ബാക്ക്വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ പുറകോട്ടാക്കി മാറ്റാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ വേണമെങ്കിൽ ഇതിനെ മുകളിലൊക്കെ കൊണ്ടുവെക്കാം. ആ സെൻഡ് ബാക്ക്വേർഡ് നിങ്ങൾ ചെയ്യുന്നൊരു സംഭവമാണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമേജ് ലൈബ്രറി യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഇനി പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് ഒരു PDF ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. ഡ്രൈവ് കണ്ടൻറ്റ് എന്നുള്ളത് എടുക്കുകയാണ്. ഇവിടെ ഞാൻ ഒരു PDF നോട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ ബയോളജിയെക്കുറിച്ചുള്ളൊരു PDF നോട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വലുതാക്കണമെങ്കിൽ ഇവിടെ പോയിട്ട് ഈ ഒരു 3 ഡോട്ട്സിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എക്സ്പാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ ഇത് എക്സ്പാൻഡ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഓരോന്നിനെ ഒന്ന് പ്രസ് ചെയ്താൽ ഇതിങ്ങനെ മാറി ഓരോ പേജായിട്ട് ഇവിടെ വരുന്ന കാണാം. ഇത് ഞാൻ ജസ്റ്റ് ഇതിലൊന്ന് പ്രസ് ചെയ്തുള്ളൂ. ഇവിടെ ഈ പേജ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേജ് വേണമെങ്കിൽ നമുക്ക് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇതിനെ സൂം ചെയ്യാം. അതേപോലെ ഇതാണ് നമുക്കിപ്പോൾ കുട്ടികൾക്ക് എടുക്കുന്ന സമയത്ത് കാണിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ കാണിച്ചു പോകാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഹൈലൈറ്റർ ടൂളോ ഒക്കെ യൂസ് ചെയ്തിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ ലേസർ ലൈറ്റ് യൂസ് ചെയ്യാം. അങ്ങനെ എന്താണോ നമുക്ക് ചെയ്യേണ്ടത്, ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്താണോ ചെയ്യേണ്ടത് അതിവിടെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് പേജാണ് എടുക്കേണ്ടതെങ്കിൽ നമുക്കിത് മാറ്റി വെച്ചിട്ട് അടുത്ത പേജിലേക്ക് പോകാം. അടുത്ത പേജ് ഞാൻ തുറന്നിട്ടുണ്ട്. അടുത്ത പേജും ഇതാണ്, സെക്കൻഡ് പേജാണിത്. അപ്പോൾ അതും ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ എടുത്ത് വലുതാക്കിയിട്ട് കുട്ടികളെ കാണിക്കുകയോ അതിലെന്തെങ്കിലും എടുത്ത് കാണിക്കണമെങ്കിലൊക്കെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് പോവുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിനി അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. എല്ലാ പേജും നമുക്കൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പേജ് അവിടെ വലുതായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. PDF ഒക്കെ വെച്ചിട്ട് ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ടെക്സ്റ്റ് വെച്ചിട്ട് ക്ലാസ് എടുക്കണമെങ്കിലൊക്കെ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു ജാംബോർഡിൽ വരുന്നത്. നമ്മളിപ്പോൾ ബാക്ക് അടിച്ച് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പം ഫസ്റ്റത്തെ ഹോം പേജിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ചെയ്തു വെച്ച ജാംബോർഡ് ഇവിടെ കിടക്കുന്ന കാണാം. ഇനി നമുക്കൊന്നും കൂടി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതിലൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ജാംബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണാം. ഇതിലൊന്ന് പ്രസ് ചെയ്യുന്നു.
അപ്പോൾ ഇവിടെ നമുക്കിനി എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്ത വർക്കൊക്കെ അൺഡു ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ അൺഡു എന്ന് പറഞ്ഞ ഓപ്ഷനും റീഡു എന്ന് പറഞ്ഞ ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് അൺഡു ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമ്മൾ ഈ ചെയ്തു വെച്ച ഫയൽ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ 3 ഡോട്ട്സിലൊന്ന് പ്രസ് ചെയ്യുന്നു. നമ്മളിവിടെ റീനെയിം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു നെയിം കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ബയോളജി എന്ന് മാത്രം കൊടുക്കുകയാണ്. ഡണ്ണ് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു നെയിം ഇവിടെ ബയോളജി എന്ന് വന്നിട്ടുണ്ട്. ഇനി അതേപോലെ ഇത് ഈ ഒരു നെയിമിലാണ് ഇനി ഇത് ഷെയർ ചെയ്യുക. നമുക്കിത് ഷെയർ ചെയ്യണമെങ്കിൽ ഇത് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇത് ആർക്കെങ്കിലും നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കണമെങ്കിൽ നമുക്ക് മെസ്സേജ് കൊടുക്കാം. ഇനി ഇവിടെയുള്ള ഈ ആരോയിൽ ഒന്ന് പ്രസ് ചെയ്താൽ ക്യാൻ എഡിറ്റ്, ക്യാൻ വ്യൂ ഏത് തരത്തിലുള്ള ഓപ്ഷനാണ് കൊടുക്കേണ്ടത്. വ്യൂ മാത്രമാണെങ്കിൽ ക്യാൻ വ്യൂ എന്നുള്ളത് കൊടുക്കാം. എന്നിട്ട് ഈ സെൻഡ് ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഷെയർ ബട്ടൺ യൂസ് ചെയ്തിട്ട് അവർക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ജാംബോർഡ് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. അതേപോലെ ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാം. ഇനി അഥവാ ഇത് റിമൂവ് ചെയ്യാനാണെങ്കിൽ റിമൂവും ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഈ ഒരു ജാംബോർഡ് ഞാനിവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ചിട്ട് മറ്റൊരാൾക്ക് ഈ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യുന്നത് നോക്കാം. ഈ ഒരു വൈറ്റ് ബോർഡ് അല്ലെങ്കിൽ ഈ ഒരു ജാംബോർഡ് എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യാണ്. ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ന്യൂ മീറ്റിംഗ് പ്രസ് ചെയ്യുന്നു. സ്റ്റാർട്ട് ആൻഡ് ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് ഈ ഒരു ലിങ്ക് ഷെയർ ചെയ്യാണ്, കുട്ടികൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് അവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരാളെയും കൂടി ഇതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ജാംബോർഡ് ഇവിടെ ഷെയർ ചെയ്യാൻ നോക്കാം. ഇവിടെയുള്ള ഈ ഒരു 3 ഡോട്ട്സിലൊന്ന് പ്രസ് ചെയ്യുന്നു. ഇവിടെ ഷെയർ സ്ക്രീൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അതിലൊന്ന് പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പീപ്പിൾ വിൽ സീ എവറിത്തിങ് ഓൺ യുവർ സ്ക്രീൻ എന്ന് കാണിക്കുന്നു. സ്റ്റാർട്ട് ഷെയറിംഗ് എന്നുള്ളത് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതിൽ സ്റ്റാർട്ട് നൗ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇനി ഷെയർ സ്ക്രീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിൻ്റെ മിനിമം സ്ക്രീൻ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ജാംബോർഡ് ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. ഇനി ഞാൻ താഴെയുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഇവിടെ എഴുതേണ്ടത് ഒക്കെ ഇവിടെ നമുക്ക് എഴുതാവുന്നതാണ്. ഇപ്പം ഈ പുതിയൊരു വൈറ്റ് ബോർഡ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതും ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒരു ആരോയിൽ പ്രസ് ചെയ്യുന്നു. അപ്പം പുതുതായിട്ടൊരു വൈറ്റ് ബോർഡ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമുക്ക് വേറെ വൈറ്റ് ബോർഡ് എടുത്തിട്ട് എന്തെങ്കിലും എഴുതാനൊക്കെയാണ് ഉള്ളതെങ്കിൽ കുട്ടികൾക്ക് എഴുതി ക്ലാസ് എടുക്കാവുന്നതാണ്. നമുക്ക് ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗൂഗിൾ മീറ്റിലേക്ക് വീണ്ടും തിരിച്ചു പോകാവുന്നതാണ്. ഷെയറിംഗ് കൊടുത്തു. ഗൂഗിൾ മീറ്റിൽ ഷെയർ സ്ക്രീൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.